ശനിയാഴ്ച ദില്ലിയിൽ വലിയ കലാപം ഉണ്ടാക്കാൻ പാർട്ടി പാർട്ടികളുടെ പേരിൽ ശ്രമം നടക്കുന്നതായി വിവരങ്ങൾ പുറത്തു വരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ കോക്രോച്ച് പാർട്ടി CJP യുടെ ആളുകൾ വലിയ ആഹ്വാനങ്ങൾ നടത്തുകയാണ്. നിങ്ങൾ ജൂൺ 6 ജന്തർ മന്ദറിലേക്ക് വരൂ. ജന്തർ മന്ദറിലേക്ക് വരുമ്പോൾ നിങ്ങൾ നല്ല വടികൾ, ആയുധങ്ങൾ, കുരുമുളക് സ്പ്രേ, പെപ്പർ സ്പ്രേ ഒക്കെ കരുതുക. നിങ്ങൾക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തിയാൽ, ജലപീരങ്കി പ്രയോഗിച്ചാൽ പോലീസിനെ ആക്രമിക്കുക. എന്നിട്ട് നമ്മൾ നേപ്പാളിലെ ചെറുപ്പക്കാരെ പോലെ നമ്മൾ എന്തു ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കണം എന്നൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന കോക്രോച്ച് പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്ന സ്ഥാപകൻ അമേരിക്കയിലെ ബോസ്റ്റണിലാണ്. ബോസ്റ്റണിൽ നിന്ന് അയാൾ ജൂൺ 6 ശനിയാഴ്ച, നാളെ കഴിഞ്ഞ് ദില്ലിയിൽ ഇറങ്ങുകയാണ്. ദില്ലിയിൽ ഇറങ്ങുമ്പോൾ ഇവർ പറയുന്നത്, ഇവർ സോഷ്യൽ മീഡിയയിൽ എക്സിലൊക്കെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്, ദില്ലിയിൽ ഇറങ്ങുമ്പോൾ എമിഗ്രേഷൻ നടപടികൾ ഏതെങ്കിലും കാരണവശാൽ താമസിച്ച് അഭിജിത്ത് ദീപകിന് പുറത്തേക്ക് വരാൻ താമസം നേരിട്ടാൽ നമ്മൾ ദില്ലി എയർപോർട്ടിലേക്ക് മാർച്ച് ചെയ്യണം. ദില്ലി എയർപോർട്ടിലേക്ക് മാർച്ച് ചെയ്ത് അവിടെ കൂട്ടക്കുഴപ്പമുണ്ടാക്കണം. അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ പേരിൽ ദില്ലിയിൽ അടുത്ത ഒരു കലാപത്തിനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിനുള്ള ആലോചനകൾ നടക്കുന്നു. അപ്പോൾ നോക്കൂ, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രാഷ്ട്രീയ പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തനം മാത്രമാണ്, സോഷ്യൽ മീഡിയയിലുള്ള പ്രതിഷേധം മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് അവർ രാഷ്ട്രീയ പാർട്ടിയായി മാറാൻ പോവുകയാണ്. രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞതായി നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ഏതായാലും അഭിജിത്ത് ദീപ്കെ എന്തുകൊണ്ടാണ് ഈ കാലം അത്രയും ബോസ്റ്റണിലെ തൻ്റെ പഠനം പൂർത്തിയാക്കിയിട്ട് വരാതിരുന്നത് എന്നത് നമ്മൾ ആലോചിക്കണം. കാരണം പൂനെയിൽ ഇയാൾക്കെതിരെ കേസുണ്ട്. പൂനെയിലെ അഭിഭാഷക സംഘടന കൊടുത്ത ഒരു കേസുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 370 റദ്ദാക്കിയ സമയത്ത് അറിയാമല്ലോ, കാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ നൽകുന്നതായിരുന്നു 370. ആ 370 റദ്ദാക്കുന്ന സമയത്ത് കാശ്മീർ ഇന്ത്യക്ക് അവകാശപ്പെട്ടതല്ല, അത് കാശ്മീർ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഭാഗമാണെന്ന് പരസ്യമായി പ്രസംഗിക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് ഈ അഭിജിത്ത് ദീപ്കെ. ഈ അഭിജിത്ത് ദീപ്കയുടെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയാം. അഭിജിത്ത് ദീപ്കയാണ് ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയയുടെ ചുമതല ഉണ്ടായിരുന്നത്. ദില്ലി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. ആപ്പുകാരനാണ് അഭിജിത്ത് ദീപ്കെ. അതുമാത്രമല്ല, ഷഹീൻ ബാഗിൽ പൗരത്വ നിയമ ഭേദഗതി സമരം നടക്കുമ്പോൾ അവിടെ നരേന്ദ്രമോദിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപം നടത്തി, നരേന്ദ്രമോദി സർക്കാരിനെ പുറത്താക്കണം, മുസ്ലിം അനുകൂല പ്രീണന പ്രസംഗങ്ങൾ നടത്തി, ഹിന്ദുവിരുദ്ധ പ്രസംഗങ്ങൾ നടത്തി കയ്യടി നേടിയ ചെറുപ്പക്കാരനാണ് അഭിജിത്ത് ദീപ്കെ. ആപ്പിൻ്റെ ആളായിരുന്നു. ആപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂടെയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്വന്തം ആളുകളാണ് അരവിന്ദ് കെജ്രിവാളും ടീമും. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് സ്വന്തം മുഖം നഷ്ടമായപ്പോൾ പകരം ഇറക്കിയിരിക്കുകയാണ് അഭിജിത്ത് ദീപ്കനെ. രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും എത്രയോ തവണ ചോദിച്ചിരിക്കുന്നു, ശ്രീലങ്കയിലെ പോലെ, ബംഗ്ലാദേശിലെ പോലെ, നേപ്പാളിലെ പോലെ ഇന്ത്യയിലെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും എന്താണ് തെരുവിലിറങ്ങാത്തത്? അപ്പോൾ അതിന് വീണ് കിട്ടിയ അവസരമുണ്ട്. നമ്മുടെ പരീക്ഷാ നടത്തിപ്പിൽ ചില പിഴവുകൾ വന്നു. CBSEയുടെ പരീക്ഷ, പിന്നെ നീറ്റ് പരീക്ഷയിലൊക്കെ പിഴവുകൾ വന്നു. അത് സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് എന്ന് ഉള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സർക്കാരിനെതിരെ ജനവികാരം ഉണ്ടാക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ, ഈ 2 പരീക്ഷയ്ക്കും കൂടി ഏതാണ്ട് 40 ലക്ഷം കുട്ടികൾ എഴുതിയിട്ടുണ്ട്. 40 ലക്ഷം കുട്ടികൾ എന്ന് പറഞ്ഞാൽ 40 ലക്ഷം വീടുകളാണ്. 40 ലക്ഷം വീടുകൾ എന്ന് പറഞ്ഞാൽ 1-2 കോടി ആളുകളുണ്ട്. അവരെ അഫക്റ്റ് ചെയ്യുന്നൊരു വിഷയമാണെന്നതിൽ തർക്കമില്ല. നമ്മൾ പോലും ഈ വിഷയത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ നിലപാടുള്ള ചില ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് നടക്കുന്ന അട്ടിമറിയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു, എന്താണ് വളരെ ശ്രദ്ധേയമാണ്. ഇതുവരെ രാഹുൽ ഗാന്ധി തെറി പറഞ്ഞുകൊണ്ടിരുന്ന ഇലക്ഷൻ കമ്മീഷണർ തനിക്ക് മെസ്സേജ് അയക്കുന്നു, ഇന്ത്യയിലെ ജഡ്ജിമാർ തനിക്ക് മെസ്സേജ് അയക്കുന്നു, ഇന്റലിജൻസ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥർ തനിക്ക് മെസ്സേജ് അയക്കുന്നു, സേനയിലെ ആളുകൾ തനിക്ക് മെസ്സേജ് അയക്കുന്നു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. എന്താണ്? അവർക്കെല്ലാം മോദി സർക്കാരിനുള്ള വിശ്വാസം പോയിരിക്കുന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ വോട്ട് ചോരി നടത്തുന്ന ആളാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുകയാണ്, എനിക്ക് ഇലക്ഷൻ കമ്മീഷണർ മെസ്സേജ് അയച്ചിരിക്കുന്നു, 1 വർഷത്തിനുള്ളിൽ മോദി സർക്കാർ വീഴും, മോദിയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും കൈപ്പിടിയിൽ നിന്ന് പോയിരിക്കുന്നു, സർക്കാർ വീഴാൻ പോവുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഇതേ രാഹുൽ ഗാന്ധിയാണ് എന്തുകൊണ്ട് ചെറുപ്പക്കാർ രംഗത്തിറങ്ങുന്നില്ല എന്ന് ചോദിച്ചിരിക്കുന്നത്. അതേ രാഹുൽ ഗാന്ധിയുടെ അനുഗ്രഹാശിസ്സുകളോടെയാണ് ഇപ്പോൾ ഈ കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ ശനിയാഴ്ച വലിയ കലാപത്തിന് ഒരുക്കുകൂട്ടുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങൾ വടികളും ആയുധങ്ങളും
പെപ്പർ സ്പ്രേയുമായിട്ട് വരൂ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? എന്നിട്ട് ഇവർ പറയുന്നത് എന്താ? വീണ്ടും പറയുകയാണ്, നമ്മുടെ പ്രകടനം നടത്താൻ അനുവാദം തന്നില്ല എങ്കിൽ നമ്മളത് നേരിടും. അതിന് അഭിജിത് ദീപ്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, താൻ ഈ നിമിഷം വരെ പ്രകടനം നടത്താൻ അനുമതി തേടി അപേക്ഷ കൊടുത്തിട്ടില്ല. പിന്നെയോ ജൂൺ 6 ദില്ലിയിൽ ഇറങ്ങിയതിന് ശേഷം ഞാനൊരു അപേക്ഷ കൊണ്ട് കൊടുക്കും. അങ്ങനെയാണോ ഈ രാജ്യത്ത് പ്രകടനങ്ങളും പൊതുസമ്മേളനങ്ങളും ഒക്കെ നടത്തുന്നത്? അതിന് ഒരു പരിപാടി പൊതു ഇടത്തിൽ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഒരാഴ്ച മുമ്പ് നോട്ടീസ് കൊടുക്കണമെന്നാണ് നമ്മുടെ നാട്ടിലെ നിയമം. ഇത് ഹർത്താൽ നടത്താനും ബന്ദ് നടത്താനും മാത്രമല്ല, കാലേക്കൂട്ടി നോട്ടീസ് കൊടുക്കുക എന്നുള്ളത് നാട്ടിലെ നിയമവ്യവസ്ഥയാണ്. അത് പാലിക്കാതെ ഞാൻ വിമാനത്താവളത്തിൽ ഇറങ്ങും, എന്നിട്ട് പോയി അപേക്ഷ കൊടുക്കും, എന്നിട്ട് അനുവാദം തന്നില്ലെങ്കിൽ കുറുപടികളും കത്തികളും കഠാരകളും പെപ്പർ സ്പ്രേയുമായിട്ട് പോലീസിനെ നേരിടും എന്ന് പറയുന്നവരുടെ ഉദ്ദേശം എന്താ? ദില്ലിയിൽ കലാപം ഉണ്ടാക്കുക. ഓർക്കുന്നില്ലേ, കർഷകർ എന്ന പേരിൽ വ്യാജ കർഷകർ, ചപ്പാത്തി കർഷകർ, ഡൽഹിയിൽ നടന്ന ചപ്പാത്തി ലഹള, കർഷക സമരം എന്ന പേരിൽ ട്രാക്ടറുകൾ ഓടിച്ച് ദില്ലിയിൽ ഉണ്ടാക്കിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ, ചെങ്കോട്ടയിൽ കയറി ഖാലിസ്ഥാൻ്റെ കൊടി കെട്ടിയത്. ഖാലിസ്ഥാൻ്റെ കൊടി കെട്ടിയവൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല കേട്ടോ, അവരെ അജ്ഞാതൻ തട്ടി കാനഡയിൽ വെച്ച്. അങ്ങനെ ഒരു സംഭവം ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ദില്ലിയിൽ വീണ്ടും കലാപമുണ്ടാക്കി നരേന്ദ്രമോദി സർക്കാരിനെ എങ്ങനെ താഴത്തിറക്കാം എന്നുള്ള ശ്രമം ആണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പേരിലുള്ളത്, പിന്നിലുള്ളത് എന്ന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നത് യാഥാർത്ഥ്യമായി വന്നിരിക്കുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ 6-ാം തീയതി ശനിയാഴ്ച നടക്കുന്ന യോഗത്തിന് എങ്ങനെയാണ് ചെറുപ്പക്കാർ വരേണ്ടതെന്നുള്ള ആഹ്വാനങ്ങൾ കാണുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സമാധാനപരമായി പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട്. അതിന് നിയമങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകൾ കൂടുകയാണെങ്കിൽ അവർ പറയുന്നത് 10,000കണക്കിന് ചെറുപ്പക്കാർ വരുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അതിന് മുൻകൂട്ടി അനുവാദം വാങ്ങണം, അവിടെ ലോ ആൻഡ് ഓർഡർ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം, ഗതാഗത നിയന്ത്രണങ്ങൾ വേണം. ഇതൊക്കെ പരിഗണിക്കാതെ വലിയ തോതിൽ ആളുകളെ അങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് കലാപം ഉണ്ടാക്കാനാണ്, അരാജകത്വം സൃഷ്ടിക്കാനാണ്. അപ്പോൾ CJP എന്ന് പറഞ്ഞ പാർട്ടി അങ്ങോട്ട് വന്നാൽ വലിയ മാറ്റം ഉണ്ടാക്കും എന്ന് കരുതുന്നവർക്ക് വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. മാറ്റം ഉണ്ടാക്കാൻ ഇവർ ആഗ്രഹിക്കുന്നത് ജനാധിപത്യ മാർഗത്തിലൂടെയല്ല, കലാപം ഉണ്ടാക്കിയിട്ടാണ്, സംഘർഷം ഉണ്ടാക്കിയിട്ടാണ്, രാജ്യത്തെ തെരുവുകളിൽ കലാപ പൂരിതമാക്കാൻ ശ്രമിക്കുകയാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെ എല്ലാവരും CPM, SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാർ ഈ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡൽഹിയിലൊന്നും ഈ സാധനം മരുന്നിന് പോലും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഇതിൻ്റെ പേരിൽ സാമൂഹ്യ വിരുദ്ധന്മാർ നുഴഞ്ഞു കയറി ദില്ലിയിൽ കലാപം ഉണ്ടാക്കാൻ, അക്രമം നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഏതായാലും കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഉണ്ടായി വന്നിരിക്കുന്ന ഈ പാർട്ടി ചില സ്ഥലങ്ങളിലൊക്കെ യോഗങ്ങളൊക്കെ വിളിക്കാൻ ശ്രമിച്ചു. കൊച്ചി മറൈൻ ഡ്രൈവിൽ ഒരു യോഗം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ കാമ്പയിൻ നടത്തി. ഒരു പാർട്ടി പോലും അങ്ങോട്ട് തിരിച്ചു കയറിയില്ല. ബാംഗ്ലൂരിൽ ഒരു പ്രകടനം നടത്തും എന്ന് പറഞ്ഞു, 7 പേര് നടന്നു പോകുന്നുണ്ട്, 7 പേര്. അതിനുശേഷമാണ് ഇപ്പോൾ ജന്തർ മന്ദറിൽ അനുവാദമില്ലാതെ, അപേക്ഷ നൽകാതെ ഞങ്ങൾ ജൂൺ 6 തടിച്ചുകൂടും, ഞങ്ങളെ തടഞ്ഞാൽ ഞങ്ങൾ കലാപം ഉണ്ടാക്കുമെന്നുള്ള പരസ്യ ആഹ്വാനവുമായി ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും കോക്രോച്ച് എന്ന് പറയുന്ന ഒരു സാധനം ഇവരൊക്കെ പറയുന്നത് ഈ ദിനോസോറിൻ്റെ കാലം മുതലുണ്ടായിരുന്നതാണ്. ദിനോസോറുകൾ ഇല്ലാതായിട്ടും പാറ്റ ഇപ്പോൾ അതിജീവിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പാറ്റയെ നമ്മുടെയൊക്കെ വീട്ടിൽ പാറ്റയ്ക്ക് കൂറ എന്ന് വിളിക്കാറുണ്ട്. കൂറത്തുണി എന്ന് പറയുമല്ലോ, മുഷിഞ്ഞ് നാറിയ. അപ്പോൾ മുഷിഞ്ഞ് നാറിയ ആശയങ്ങളുമായി വന്നിട്ട് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പാറ്റയെ കൊല്ലാൻ പാറ്റണ്ടായൊന്നും വേണ്ട, ഒരു ചെരുപ്പ് മതി, ഒരു ചൂല് മതി, ഹിറ്റെടുത്ത് ഒരടി അടിച്ചാൽ മതി എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വീട്ടിലെ കുട്ടികളും ചെറുപ്പക്കാരുമൊക്കെ ഈ പാറ്റ പാർട്ടി എന്നും പറഞ്ഞ് ഇറങ്ങി നടന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ലഡാക്കിൽ സോനം വാങ്ചുക് ഇപ്പോൾ ഈ CJPക്കാരുടെ ദില്ലി പരിപാടിക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. സോനം വാങ്ചുക്കിൻ്റെ ആഹ്വാനം കേട്ടിട്ടാണ് ലഡാക്കിൽ ചെറുപ്പക്കാർ തെരുവിലിറങ്ങി ജൻസി കലാപം നടത്തി മോദി അങ്ങ് വീഴ്ത്തിയേക്കാൻ ശ്രമിച്ചത്. കുറേ പിള്ളേരുടെ നെഞ്ചത്തുണ്ട കയറി ഒരുപാടെണ്ണം തല്ലുകൊണ്ടത് മാത്രം മിച്ചം. ഏതാണ്ട് 400 ദിവസം സോനം വാങ്ചുക്ക് ജയിലിൽ കിടന്ന അവസാനം സമസ്താപരാധം പറഞ്ഞ് മാപ്പെഴുതി കൊടുത്തിട്ടാണ് ആശാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നത്. അയാളും CJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ മുഴുവൻ അരാജകവാദികളും രാജ്യത്തെ വിഘടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണയായിട്ട് വന്നിരിക്കുകയാണ്. ജൂൺ 6 ദില്ലിയിൽ എന്ത് സംഭവിക്കും എന്നത് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. പഴയ പോലെ അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുത്താൽ ചെല്ലുന്ന ഷേപ്പിൽ തിരിച്ചു വരത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ഒരു കലാപം ഉണ്ടാക്കുക എന്നത് ഇവരുടെ ലക്ഷ്യമാണ്. ഇവരുടെ ഒരു പ്രതീക്ഷ എന്താണെന്നറിയോ? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം ഈ പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടിന്.
വേണമെങ്കിൽ കേൾക്കുമ്പോൾ കൗതുകമുള്ള ഒരാശയമായിട്ട് തോന്നാം. അങ്ങനെ ഒരു പറയാനൊരു കാരണമുണ്ട്. കാരണം കേന്ദ്ര മന്ത്രിസഭയുടെ പുനഃസംഘടന ഉടനെ വരികയാണ്. 15-ാം തീയതിക്ക് മുമ്പ് കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കും. ഒരുപക്ഷേ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുകയോ പുതിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ചിലപ്പോൾ പാർട്ടി ചുമതല കൊടുത്ത് വിടുകയോ അല്ലെങ്കിൽ വകുപ്പ് മാറ്റുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഇവർ മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുകയോ വിദ്യാഭ്യാസമല്ലാത്ത മറ്റേതെങ്കിലും വകുപ്പിലേക്ക് ചുമതലപ്പെടുത്തുകയോ ചെയ്താൽ ഞങ്ങൾ ജന്തർ മന്തറിൽ കൂടിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഞെളിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസം കൂടി ഇതിനകത്തുണ്ട്. ആരാൻ്റെ വിളക്കത്ത് ഇരുന്ന് ഊണ് കഴിക്കാം എന്ന് കരുതുന്ന കുറേ മൊണ്ണകളുടെ പരിപാടിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഏതായാലും എനിക്ക് പറയാനുള്ളത്, ഇവന്മാർ ഞെളിയാതിരിക്കാൻ പറ്റുമെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാനെ നരേന്ദ്രമോദി മാറ്റാതിരിക്കണം. ഇവൻ്റെയൊക്കെ ഈ സമരമൊക്കെ കഴിഞ്ഞിട്ട് മാറ്റണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് മാറ്റിയാൽ മതിയെന്നേ. അല്ലാതെ കോക്രോച്ചാണ്, പഴുതാരയാണ്, പല്ലിയാണ് എന്നൊക്കെ പറഞ്ഞിറങ്ങിയാൽ രാജ്യത്തിനെതിരാണ് നിലപാടെങ്കിൽ, നയമെങ്കിൽ, പ്രവൃത്തിയെങ്കിൽ, പ്രകടനമെങ്കിൽ അത് ഉരുക്ക് മുഷ്ടി കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യണം. അത് കേന്ദ്ര സർക്കാർ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന സമാധാനകാംക്ഷികളായ ജനങ്ങൾക്കുമുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെയും ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.